നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസ യോഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 21 ശ്ലോകങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്തിരുന്നു. അവിടെ പണ്ഡിതാഹ സമദർശിനഃ എന്ന് പറഞ്ഞു. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ കവിഹസ്തിനി ശുനിചൈവ സ്വഭാകേച്ച പണ്ഡിതാ സമദർശിനഃ. അപ്പോൾ ഒരു തത്വജ്ഞാനിയുടെ അല്ലെങ്കിൽ തത്വബോധം നിശ്ചയമായവൻ്റെ ഇവിടുത്തെ ആ തത്വത്തിലുള്ള സമബുദ്ധി, ദർശനം അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രിയമായതിനെ പ്രാപിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടതിൽ സുഖത്തെയോ അപ്രിയമായത് അനിഷ്ടമായതിൽ ദേഷ്യമോ അങ്ങനെയൊന്നും ഇല്ലാതെ ബ്രഹ്മജ്ഞാനത്തിൽ തെറ്റിദ്ധാരണ തീർത്തും വിട്ട് ആ ജ്ഞാനത്തിൽ ഉറച്ച മനസ്സിരിക്കുന്നവൻ ബാഹ്യങ്ങളായ ശബ്ദാദി വിഷയങ്ങളിൽ പ്രീതിയില്ലാതെ അവിടെ ഇങ്ങനെ വിഷയസുഖങ്ങളിൽ പ്രീതി നഷ്ടമാകുന്നു. ആത്മരസത്തിൽ വിഷയസുഖങ്ങളിലുള്ള ആ അനിത്യത്വത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്കുള്ള ആസക്തി ഇല്ലാതെ അല്ലെങ്കിൽ അതിലെ ആസക്തിയെല്ലാം ക്ഷയിച്ച് അങ്ങനെ ബ്രഹ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ അന്ധകരണത്തോടു കൂടിയവൻ അവൻ ആ ബ്രഹ്മത്തെ തന്നെ ആയിത്തീരുന്നു, ബ്രഹ്മമായി തന്നെ തീരുന്നു എന്നെല്ലാം ചർച്ചകൾ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ വിഷയസുഖങ്ങൾ എങ്ങനെയിരിക്കും, ഈ സുഖങ്ങളിലെല്ലാം വിഷയസുഖങ്ങളിലൊക്കെ പിന്നെ ആ തത്വബോധമുള്ളവൻ്റെ എങ്ങനെയായിരിക്കും ആ സമബുദ്ധിയിൽ ഇതിനെ കാണുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ചർച്ച ചെയ്യുന്നത്. യേ ഹി സംസ്പർശചാ ഭോഗ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധഃ. സംസ്പർശജാഹ, ഇപ്പോൾ സംസ്പർശജം അതായത് വിഷയ ഇന്ദ്രിയ സംബന്ധം കൊണ്ടുണ്ടാകും. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായിട്ട് സംബന്ധം ഉണ്ടാകുന്ന ആ സുഖദുഃഖങ്ങൾ, ആ ഏ ഭോഗാഹ, അത് സുഖങ്ങളോ ദുഃഖങ്ങളോ, അതെല്ലാം തേഹി ദുഃഖയോനയ, അവയെല്ലാം ദുഃഖത്തെ ഉണ്ടാക്കി തരുന്നതാണ്. ഈ വിഷയ സംബന്ധമായ ഇന്ദ്രിയ വിഷയ സംബന്ധമായി യാതൊരു സുഖങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകുന്നത് അത് രണ്ടും തന്നെ ആത്യന്തികമായിട്ട് ദുഃഖം തന്നെയാണ്. അതുകൊണ്ടോ ആത്യന്തവന്ത, ആദിയും അന്തവും തന്നെയാണ്. ഇതെല്ലാം ഒരു തുടക്കമുണ്ട് അവസാനമുണ്ട്. സുഖമാണെങ്കിലും അതിനൊരു തുടക്കമുണ്ട് അവസാനമുണ്ട്. ദുഃഖത്തിലേക്കാണ് അവസാനിക്കുന്നത്. അങ്ങനെ സുഖദുഃഖങ്ങളിൽ മുങ്ങിത്താഴുന്ന ആ ഒരു വിഷയ ഇന്ദ്രിയ സംബന്ധം കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങളിൽ പെടാതെ കൗന്ദേയ വിവേകി ബുധഃ, അതായത് വിവേകി പരമാർത്ഥ തത്വദർശി തേഷുന്ന രമതേ, ആ സുഖങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നില്ല. എന്തുകൊണ്ടാണ്? അവൻ ആത്മസത്യത്തെ മനസ്സിലാക്കിയത്. അപ്പൊ സത്യത്തെ ബുദ്ധിയില്ലാതെ ഈ വിഷയങ്ങളിലൊന്നും അവനെ ബന്ധിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഈ ചെറിയ ക്ഷണികമായ വിഷയസുഖത്തില് അവന്റെ മനസ്സ് നിലനിൽക്കില്ല. അങ്ങനെയുള്ളവനെ ആ തത്വദർശനം ഉണ്ടാകുന്നുള്ളൂ. അവന്റെ സാധനയും അത് തന്നെയാണ്. അപ്പൊ ഇതിലൊന്നും ഈ ക്ഷണികമായ അല്ലെങ്കിൽ അസത്യമായ ഈ വിഷയങ്ങളിലല്ല സത്യത്വം. അതിലെല്ലാം അതിൻ്റെ എല്ലാം സത്യമായിരിക്കുന്ന ആത്മതത്വത്തെ ബോധിച്ചവന് ഈ വിഷയങ്ങളിലൊന്നും ഒരു ആസക്തി ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവനെ ബന്ധിക്കാൻ ഒരു അജ്ഞനെ പോലെ ബന്ധിക്കപ്പെടുന്നില്ല ആ വിഷയസുഖങ്ങളിലൊന്നും, അല്ലെങ്കിൽ ആ വിഷയങ്ങളിലൊന്നും അവനെ ആസക്തി കൊണ്ട് ബന്ധിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയണം. അപ്പൊ ഈ സംസാരത്തിൽ ഒരു സുഖത്തിന്റെ ഗന്ധം പോലുമില്ല എന്നറിഞ്ഞ അതുപോലെ ഈ മരുമരീചിക പോലെ അത് അങ്ങനെ തോന്നിക്കുന്നു, അതിൽ സത്യത്വം ഇല്ല എന്നറിയുന്ന ആ തത്വദർശി, സുഖത്തിനും ദുഃഖത്തിനും എല്ലാം ആ തത്വമാണ്, ആ തത്വത്തിന് ഭിന്നമായിട്ട് യാതൊന്നുമില്ല എന്നറിയുന്ന ആ തത്വദർശി അവൻ ആ വിശ്രാന്തിയിൽ ഈ വിഷയസുഖങ്ങളിൽ രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കുന്നില്ല എന്ന് പറയണം. അപ്പൊ അതിൽ ആരാ ചെയ്യുന്നത്? അത്യന്തം മൂഢന്മാരാണ്. അതായത് ഈ ആത്മതത്വത്തെ ബോധിക്കാത്തവരാണ് ഈ വിഷയങ്ങളെ സത്യമായി കണ്ട് ആ ലോകത്തിൽ രമിക്കുന്നത്, അല്ലെങ്കിൽ ആ ലോകത്തിന് കീഴ്പ്പെട്ടു പോകുന്നത്. അതിലൂടെ സുഖദുഃഖങ്ങളും പുണ്യപാപങ്ങളെല്ലാം ആർജിച്ചുകൊണ്ട് ഈ സംസാരമാകുന്ന അഗ്നിയെ വീണ്ടും വീണ്ടും എണ്ണ ഒഴിച്ച് കത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും കത്തി അത് പ്രവൃത്തി മാർഗത്തിലേക്ക് വീണ്ടും വീണ്ടും പോയി ബന്ധനസ്ഥനായിത്തീരുന്നു. ആ പ്രവൃത്തികളിലെല്ലാം ബന്ധനം ഉണ്ടാകുന്നു.
മറ്റേ നിവൃത്തി മാർഗത്തിൽ ഇതിനെല്ലാം വിട്ട് ആത്മതത്വത്തിൽ വിശ്രാന്തി അല്ലെങ്കിൽ അതിലെ ആ രസത്തിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ രസം എന്ന് പറയുന്നത് ഒരു അനുഭവമല്ല, ഇതെല്ലാം ആത്മഭിന്നമല്ലാതെ ഇവിടെ ആത്മാവിന് ഭിന്നമായി അല്ലെങ്കിൽ തൻ്റെ സ്വരൂപത്തിന് ഭിന്നമായി മറ്റൊന്നും ഇല്ല എന്നറിയുന്ന തത്വജ്ഞാനിക്ക് ഇതിലൊന്നും ആസക്തി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഒരു അജ്ഞാനിയെ പോലെ സത്യബുദ്ധി ഉണ്ടാകുന്നില്ല. സത്യബുദ്ധി ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ പിന്നിൽ പോകുള്ളൂ. അങ്ങനെ യാതൊന്നും ഉണ്ടാകുന്നില്ല, അവനെ ബന്ധിക്കാൻ സാധിക്കുന്നില്ല. ആത്മതത്വം അറിഞ്ഞവൻ ആത്മാവായിരിക്കെ, ബ്രഹ്മവിദ് ബ്രഹ്മൈവ, ബ്രഹ്മതത്വത്തെ അറിഞ്ഞ ആള് ആ ബ്രഹ്മം തന്നെയായിരിക്കെ അവന് യാതൊന്നും തന്നിൽ ഭിന്നമായിട്ടൊന്ന് ബന്ധിക്കാൻ ഇല്ല. അത് വിഷയങ്ങളാണ്. അപ്പോൾ ഈ വിഷയ ഇന്ദ്രിയ സംയോഗം ഉണ്ടാകുന്ന ഏത് സുഖങ്ങളൊക്കെ ഉണ്ടാവോ, അല്ലെങ്കിൽ അതെല്ലാം ദുഃഖങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അതൊന്നും ശാശ്വതമല്ല, അതൊന്നും സത്യബുദ്ധി ഇല്ല അതിലൊന്നും എന്ന് തിരിച്ചറിയുന്നു തത്വദർശി, പരമാർത്ഥദർശി എന്ന്. അപ്പൊ അങ്ങനെ ഇവിടെ ഈ വിഷയത്തിലൊന്നും പെടാതെ തത്വബോധത്തെ അറിഞ്ഞ ആ വിഷയങ്ങളൊന്നും തന്നിൽ ഇല്ല, അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് അതിനൊരു അസ്തിത്വമില്ല, അല്ലെങ്കിൽ സുഖം തരുന്ന വസ്തുവല്ല അത് എന്ന് അറിയുന്ന അത് എവിടെയാണ് സാധ്യമാകുന്നത്? ഇവിടെ തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ശക്നോതിഹൈവയസ്സോടും പ്രാക്ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സുഖീ നരഹ. യഹ ഏതൊരുത്തനാണോ ശരീരവിമോക്ഷണാത് പ്രാക്, ഈ ശരീരം വിടുന്നതിന് മുമ്പ് തന്നെ, ഇഹ ഏവ ഇവിടെ ജീവിച്ചിരിക്കെ തന്നെ, ക്രോധോദ്ഭവം കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും, അതായത് ഇഷ്ട അനിഷ്ട വിഷയ ഭോഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പിന്നെയോ വേഗം, ആ തള്ളിച്ചേ അതിൽ നിന്നും തള്ളിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒരു ജലം, ശക്തമായിട്ടുള്ള ഒഴുക്കുള്ള ജലം എങ്ങനെയാണോ തീരത്തുള്ളതിനെല്ലാം തള്ളി, അല്ലെങ്കിൽ അതിൽ വെള്ളത്തിൽ വീഴുന്നതെല്ലാം എങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്നുവോ അതുപോലെ ആ തള്ളിച്ചയെ, അല്ലെങ്കിൽ ആ ഇഷ്ടാനിഷ്ട ഭോഗങ്ങളിൽ നിന്നും മനസ്സിനെ തള്ളിക്കൊണ്ടുപോകുന്ന അങ്ങനെയുള്ളതിനെ സോഡും ശക്നോതി, ഏതൊരുവൻ ഇതിനെല്ലാം സഹിക്കുവാൻ ശക്തനാകുന്നുവോ, ഇതെല്ലാം ആ തള്ളിച്ചയെ അല്ലെങ്കിൽ അതിൽ പെടാതെ ആത്മസുഖത്തിലിരിക്കുന്നുവോ, എപ്പോ ഇവിടെ തന്നെ ഈ ശരീരം വിടുന്നതിന് മുമ്പേ, സഹ നരഹ ആ മനുഷ്യൻ, യുക്ത സഹ സുഖി അവൻ യുക്തനാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ചു ആ യോഗയുക്തനാണ്. അതിൽ കർമ്മഫലങ്ങളിലോ കർമ്മത്തിലോ ബന്ധമില്ലാതെ അങ്ങനെയുള്ള ആ യോഗി സഹ സുഖി അവൻ സുഖമുള്ളവൻ തന്നെയാണ്. എന്താണ് സുഖം? അവൻ്റെ ഈ സുഖദുഃഖങ്ങളൊന്നും അവനെ സ്പർശിക്കുന്നില്ല എന്നതാണ് അവൻ്റെ സുഖം. അപ്പൊ ഈ അന്ധകരണ പ്രക്ഷോഭത്തെ ഉണ്ടാക്കുന്ന ആരാണ്? ഇഷ്ട അനിഷ്ടവും അതിലുണ്ടാകുന്ന സുഖദുഃഖങ്ങളും, അത് തുടർന്നുള്ള ഭയം, ക്രോധം, അതെല്ലാം. ഇഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സുഖം, അനിഷ്ടമുണ്ടായ ദുഃഖം, പിന്നെ ക്രോധം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ആ മനസ്സിനെ പ്രക്ഷോഭമാക്കുന്നതിൽ നിന്നും ഒരു തത്വജ്ഞനെ, ഇതിൽ സത്യബുദ്ധി ഇല്ലാത്തതിനാൽ തന്നെ, അല്ലെങ്കിൽ ഈ വിഷയ ഇന്ദ്രിയങ്ങളുടെ സംയോഗത്തിൽ അതിലുണ്ടാകുന്ന കാമക്രോധാദികളെ വിജയിച്ചവന് ഇതിൽ നിന്നെല്ലാം മുക്തനായി യുക്തനായി സുഖമുള്ളവനായി തീരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മരണം വരെ നമ്മളിവിടെ എങ്ങനെ വിഷയത്തിൽ പെടരുത്, വിഷയബന്ധനത്തിൽ അല്ലെങ്കിൽ വിഷയരാമന്മാരായി, അല്ലെങ്കിൽ വിഷയത്തിൽ സത്യബുദ്ധി വെച്ച് നിവൃത്തി മാർഗത്തിൽ നിന്ന് പ്രവൃത്തി മാർഗത്തിലേക്ക്, ഈ വിഷയങ്ങളിലേക്ക് പെട്ടുപോകരുത് എന്നൊരു താക്കീത് കൂടെ ഭഗവാൻ സാധകന്മാർക്ക് ഇവിടെ നൽകുകയാണ്. അപ്പം ഇവിടെ അങ്ങനെ പോകുന്നവർക്ക് മാത്രമേ ആത്മജ്ഞാനം ഉണ്ടാവുള്ളൂ. വിഷയാരാമന്മാർക്ക് ആത്മാരാമനാവാൻ സാധ്യമല്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുക. അപ്പോൾ ഈ വിഷയത്യാഗം, അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം ഈ ഇഷ്ടാനിഷ്ട കാമക്രോധാദികളിൽ നിന്നെല്ലാം മുക്തനായവനെ ആത്മജ്ഞാനം സാധ്യമാകും. അതാണ് ശരിയായ ആത്മീയതയിലേക്കുള്ള വഴിയും. കാമക്രോധാദി ഈ തള്ളിച്ചകളെല്ലാം, ആ വിഷയത്തിനോടുള്ള പിന്നിലുള്ള ആ ആസക്തിയെല്ലാം മനുഷ്യനെ എത്രത്തോളം പിന്നോട്ട് നിയന്ത്രിച്ചുകൊണ്ട്, ഇതിനൊക്കെയാണ് നമ്മൾ ശമധമാദികളെല്ലാം ഒരു സാധകന് പറഞ്ഞത്. ശമം, ധമം, ഉപരതി, തിതിക്ഷ, അല്ലേ? അപ്പോൾ അത് വിവേക വൈരാഗ്യങ്ങൾക്ക് അത് കാരണമായി തീരുന്നു. യോ അന്തഃസുഖോ അന്തരാരാമ തദാന്തർജ്യോതിരേവയഃ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോതി ഗച്ഛതി. യഹ അന്തഃസുഖ, ഏതൊരുവൻ ഇങ്ങനെ ആത്മസുഖത്തോട്, അന്തഃസുഖം പറഞ്ഞാൽ ഈ ആത്മസുഖത്തോടു കൂടി നിസ്സംഗനായ ആത്മതത്വത്തിൽ വിശ്രാന്തിയില്ല ഇരിക്കുന്നത് ആരാണോ
അന്തരാരമഹ, അവൻ ആ അന്തരാത്മാവായ ആത്മാവിൽ തന്നെ തന്നിൽ തന്നെ രമിക്കുന്നു, അതിൽ തന്നെ തൃപ്തനായിരിക്കുന്നുവോ. തഥായഹ, അപ്രകാരം ഏതൊരുത്തൻ അന്തർജ്യോതിഹി, ആത്മാവാകുന്ന ഈ ജ്യോതിസുണ്ടല്ലോ അത് തന്നെ ആയിരിക്കുന്നു. സഹയോഗി, അവൻ ആ ധ്യാനയോഗി ബ്രഹ്മഭൂത, ബ്രഹ്മമായി തന്നെ തീർന്ന് ബ്രഹ്മനിർവാണം അധിഗച്ഛതി, ആ ബ്രഹ്മനിർവാണത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മാനന്ദത്തെ അധിഗച്ഛതി, പ്രാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മോക്ഷത്തെ പ്രാപിക്കുന്നു. എങ്ങനെ? ബ്രഹ്മഭൂത, ബ്രഹ്മമായി തന്നെ, ബ്രഹ്മവിത്ത് ബ്രഹ്മേവ എന്നുകൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെയുള്ളവൻ? അങ്ങനെ ആത്മസുഖത്തോടുകൂടി ആത്മാവിൽ തന്നെ രമിക്കുകയാണ്, വേറെ മറ്റു വിഷയങ്ങളിലേക്ക് അതിൽ സത്യത്വ ബുദ്ധിയില്ല. ആത്മാവിന് ഭിന്നമായിട്ട് ഒരു വിഷയവുമില്ല, അതെല്ലാം ആത്മതത്വം തന്നെ, തത്വത്തിന് ഭിന്നമായി ഇവിടെ യാതൊന്നുമില്ല എന്നുള്ള ആ ആത്മബോധത്തിൽ ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ട് ആത്മാവിൽ തന്നെ ഇരിക്കുന്നവൻ, ആത്മജ്യോതിസുമായിട്ട് തന്നെ ഇരിക്കുന്നവൻ, ആ നിത്യസന്യാസി അല്ലെങ്കിൽ ആ യോഗി, ധ്യാനയോഗി ബ്രഹ്മമായി തന്നെ തീർന്ന, അത് ബ്രഹ്മം തന്നെ, ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ, ബ്രഹ്മവിത്ത് ബ്രഹ്മ ഏവ, ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോക്ഷത്തെ അവൻ പ്രാപിക്കുന്നു. അങ്ങനെ ഈ ഭഗവാൻ ഇവിടെ ആ ഒരു ആത്മജ്ഞാനത്തിൻ്റെ ഫലത്തെ കാണിച്ചിരിക്കുകയാണ്. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ചിന്യദ്വൈതായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ക്ഷീണകൽമഷാഃ, പാപം നശ്യവർ. പാപം എന്ന് പറയുമ്പോൾ പുണ്യവും, പാപവും പുണ്യവും അങ്ങനെ രണ്ട് ദോഷങ്ങളും രണ്ടും അവനെ ബന്ധിക്കുന്നില്ല, അതെല്ലാം അവനിൽ നിന്നും മാറിപ്പോയി. അവനൊന്നും ചെയ്യുന്നില്ല, കർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങളിൽ ഇഷ്ടാനിഷ്ടങ്ങൾ അതിലെ ഫലങ്ങളിൽ വയ്ക്കുന്നു, അതൊക്കെ വരുമ്പോൾ അവിടെ ബന്ധനമാണ്, അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയെല്ലാം വിട്ടുപോയ ക്ഷീണകൽമഷാഹ, പാപം നശിച്ചവർ, അതായത് അവിടെ ഇങ്ങനെ ആ ചിത്തശുദ്ധി ഉണ്ടായവർ. ചിന്നദ്വൈത, സംശയങ്ങളൊന്നുമില്ല, ആത്മബോധത്തിൽ സംശയങ്ങളൊന്നുമില്ല. സംശയാത്മാ വിനശ്യതി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ സംശയങ്ങളൊന്നുമില്ല ആത്മാബോധത്തിൽ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിൽ, സംശയങ്ങളെല്ലാം അറ്റു. യഥാത്മാനഹ, അങ്ങനെ യഥാത്മാനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യ അന്തർകരണങ്ങളെ, ബാഹ്യവും അന്തവുമായി ഉള്ളിലുള്ള കരണങ്ങളെ, മനസ്സ്, ഇന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, പ്രാണൻ, ഇതെല്ലാം ഒതുക്കി നിർത്തിയവരായ സർവഭൂത ഹിതേ രഥാഹ, പ്രാണികളുടെ ഹിതത്തിൽ ആഗ്രഹിക്കുന്നവർ. അവരുടെ അങ്ങനെ പ്രത്യേകിച്ച് തനിക്ക് എൻ്റെ, ഞാൻ എൻ്റെ എന്നുള്ളതില്ല. എല്ലാവരിലും ആത്മതത്വത്തെ തന്നെയാണ്. അവരപ്പോൾ ആത്മതത്വത്തിൽ ഇരിക്കുന്നുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ, എനിക്കുള്ള ഹിതം മാത്രം അങ്ങനെയില്ല. അവിടെ എല്ലാ സർവപ്രാണികളുടെയും ഹിതത്തെ മാത്രം താല്പര്യമുള്ളവരായ ഋഷയഃ, ജ്ഞാനികള് ബ്രഹ്മനിർവാണം ലഭന്തേ, ആ ബ്രഹ്മാനന്ദത്തെ, മോക്ഷത്തെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ മോക്ഷം സാധ്യമാകുന്നു, ലഭിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചിത്തശുദ്ധിയോടുകൂടി ക്ഷീണകൽമഷനായി, അതായത് ചിത്തശുദ്ധികളോടുകൂടി സംശയങ്ങളെല്ലാം അറ്റ്, ആത്മാവിലുള്ള സംശയങ്ങളെല്ലാം അറ്റ്, ഇതെല്ലാം ഇന്ദ്രിയങ്ങളിലൊന്നും പെട്ടുപോകാതെ അതിലേക്ക് ഞാൻ എൻ്റെ എന്നുള്ളത് ഇല്ലാതെ അഹന്ത മമതകളെല്ലാം വിട്ട് പോയിരിക്കുന്ന ആത്മതത്വത്തിലൂടെ, അങ്ങനെയുള്ളവര് സർവപ്രാണികളുടെ ഹൃദയത്തിൽ, അതായത് ഇവിടെ അങ്ങനെ തനിക്ക് ഭിന്നമായിട്ട് യാതൊന്നുമില്ല. അപ്പൊ അതിൽ അങ്ങനെ ഒരു ഹിതം അവർക്ക്, അല്ലാതെ എനിക്ക് എന്നുള്ള ഒരു ഹിതം അങ്ങനെയൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ സർവപ്രാണികളുടെയും ഹിതത്തിൽ താല്പര്യമാണ്. താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനായി പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളതല്ല, മറിച്ച് അങ്ങനെ ഒരു വ്യത്യസ്തത ഇല്ല അവിടെ. അങ്ങനെയുള്ള ആ ജ്ഞാനികള് വേറെ, ഞാൻ വേറെ, നീ വേറെ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ എൻ്റെ ഹിതം അവർക്ക് ഹിതം വേണ്ട, അങ്ങനെയുള്ള ഈ എല്ലാം കാമക്രോധ ലോക മോഹ മത മാത്സര്യങ്ങൾ അതെല്ലാം നശിച്ച ജ്ഞാനികൾ, അതൊന്നും അവരിലില്ല. ആ ബ്രഹ്മതത്വത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മമായി തന്നെ ഇരിക്കുന്ന ആ തത്വബോധത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ സ്വരൂപത്തിൽ തന്നെ ഇരിക്കുന്ന ബ്രഹ്മജ്ഞാനികൾക്ക് ആ മോക്ഷത്തെ സാധിക്കുന്നു, ലഭിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കാമക്രോധവിയുക്താനാം യദീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധവിയുക്താനാം, കാമവും ക്രോധമൊക്കെ വിട്ടു, ഒന്നിനോട് ഇഷ്ടം, അനിഷ്ടം, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം അതെല്ലാം വിട്ടവനും, യദീനാം, യമാദികളിൽ, നിയമ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഗുണങ്ങളെല്ലാം ചേർന്ന
ആ സന്യാസി, യതീനാം ഇവിടെ പറയുന്ന സന്യാസി, ആ അതിൽ തന്നെ യമാദികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യഥചേതസാം മനസ്സിനെ വശത്താക്കിയവർ, മനസ്സിനെ നിഗ്രഹിച്ചവർ അല്ലെങ്കിൽ വശത്താക്കിയവർ, അങ്ങനെയുള്ള വിദിതാത്മാനം ആത്മതത്വം അറിഞ്ഞവർക്ക്, ആ സമ്യക് ദർശിയിൽ, ആ സമ്യക് ദർശി സമദർശിമാരായ അവർക്ക് സമദർശനമുള്ള ബ്രഹ്മനിർവാണം അഭിതഹ വർത്തതേ. ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ മരണശേഷവും ബ്രഹ്മത്തിൽ തന്നെ, അങ്ങനെ മോക്ഷത്തിൽ തന്നെ. അഭിതഹ ബ്രഹ്മാനന്ദ അഭിതഹ വർത്തതേ. എങ്ങും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ജീവിച്ചാലും അല്ലെങ്കിൽ ശരീര മനോബുദ്ധികളുടെ നാശത്തോടു കൂടിയും അവർ ബ്രഹ്മത്തിൽ തന്നെ. പിന്നെ ഒരു പുനർജന്മമില്ല. ആ ആത്മാതത്വത്തിൽ നിന്നും വിട്ട് പിന്നൊരു ജന്മമില്ല. അവരെപ്പോഴും ആ ബ്രഹ്മത്തിൽ തന്നെയാണ് എന്ന് ഇവിടെ ഇങ്ങനെ അഭിതോ ബ്രഹ്മനിർവാണം എന്ന അഭിതഹ എന്നുള്ള ആ വാക്കുകളുകൊണ്ട് ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് ശങ്കരന്റെ ഭാഷ്യവും. ജീവിച്ചിരിക്കുകയും മരണശേഷവും ബ്രഹ്മത്തിൽ തന്നെ. അപ്പോൾ മോക്ഷം തന്നെയാണ്, ഒരു മോക്ഷം പരമായ ഇതാണ്. അതാണ് എന്നാ പുനരാവർത്തി എന്ന് പറയുന്നത്. പുനരാവർത്തി ഇല്ല. ഒരിക്കൽ ആ മോക്ഷത്തെ അറിഞ്ഞ് വീണ്ടും അജ്ഞാനിയായി ബന്ധനത്തിലായി എന്നുള്ളതില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം അത് വ്യക്തമായി ചർച്ച ചെയ്ത കാര്യമാണ്. വീണ്ടും അവിടെ ഭഗവാൻ എടുത്തു കാണിക്കുന്ന അഭിതഹം ബ്രഹ്മനിർവാണം വർത്തതേ. അങ്ങനെ ബ്രഹ്മതത്വത്തെ ആ സമ്യക് ദർശനത്തിലെ സമ്യക് ദർശി ഇങ്ങനത്തെ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും മരണാനന്തവും ബ്രഹ്മം തന്നെയാണ്. ആ മോക്ഷത്തിൽ നിത്യമാണ്. ആ നിത്യമാണ് മോക്ഷം, നമ്മുടെ സ്വരൂപം. ഒരു അജ്ഞാനിയാണെങ്കിലും അത് തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. ആ തിരിച്ചറിവിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ നിത്യമുക്തം തന്നെ. അല്ലെങ്കിലും നിത്യമുക്തനായിരിക്കെ താൻ എൻ്റെ സ്വരൂപം നിത്യമുക്തമാണ്, നിത്യശുദ്ധമാണെന്നുള്ളതാണ് ജ്ഞാനം. അപ്പൊ ഇങ്ങനെ ഈ കാമക്രോധങ്ങളെല്ലാം വിട്ട് ഉള്ള ആ സന്യാസിക്ക് അങ്ങനെ മനസ്സിനെ നിഗ്രഹിച്ച, അല്ലെങ്കിൽ മനസ്സിന്റെ ഈ മായയിൽ നിന്നും വിട്ട, അല്ലെങ്കിൽ ഇതിലെല്ലാം സത്യബുദ്ധിയോടുകൂടി ഇതിലേക്ക് ഓടിച്ചെല്ലുന്ന, ഇതിൽ നിന്നാണ് നമുക്ക് സുഖം, നിത്യമായ സുഖം എന്ന് കണ്ട് ഈ വിഷയങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്ന മനസ്സിനെ നിയന്ത്രിച്ച് ആത്മാവിൽ വിശ്രാന്തി എടുത്ത്, അല്ലെങ്കിൽ ആത്മബോധത്തിൽ ആത്മജ്ഞാനത്തിൽ വിശ്രാന്തി എടുത്ത് ആത്മബോധത്തിൽ തന്നെ നിഷ്ഠയുണ്ടായ ഒരു തത്വജ്ഞാനിക്ക് അവൻ ആത്മാവ് തന്നെ, അവൻ ബ്രഹ്മം തന്നെ, അവൻ മരണാനന്തരവും ഇവർ ജീവിച്ചിരിക്കുകയും ആ മോക്ഷത്തിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. ആത്മാവിന്റെ നില തന്നെയാണ് പറയുന്നത്. തുടർന്ന് ഇനി ധ്യാനയോഗമാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ അത് അന്തരംഗ സാധനമാണ്, ഒരു സന്യാസം. മോക്ഷത്തിന് സമ്യക് ദർശനമാണ്, ജ്ഞാനമാണ്, ആത്മജ്ഞാനമാണ് മോക്ഷത്തിന് നേരിട്ടുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ധ്യാനയോഗത്തെ, അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് ധ്യാനയോഗം സാധ്യമാകുന്നത്, ഒരു അത്രയും ഉയർന്ന ഒരു സാധകന്റെ നിലയിൽ എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ആ അന്തരംഗ സാധനയെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുക. അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നോക്കാം. നമസ്കാരം.